ഗുരുവായൂർ നഗരത്തിലെ സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് പരാതിയുമായി മുൻ നഗരസഭാ കൌൺസിലർ കെ സുമേഷ് കുമാർ. നഗരസഭ നിശ്ചയിച്ച ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ചില സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ പ്രവർത്തിക്കുന്നതെന്നാണ് സുമേഷ് കുമാറിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറെ നടയിലെ ഗോകുലം ഗ്രൂപ്പിന് കീഴിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിനെതിരെ ടെമ്പിൾ പോലീസിലും നഗരസഭയിലും പരാതി നൽകിയതായി അദ്ദേഹം പറഞ്ഞു. പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട നികുതി സംവിധാനങ്ങളിലും ക്രമക്കേടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഇക്കാര്യത്തിൽ ഭീമമായ GST വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന സംശയം അന്വേഷിക്കണമെന്നും സുമേഷ് കുമാർ ആവശ്യപ്പെട്ടു. പരാതി ഉന്നയിക്കുന്നവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് നേരിടുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. വിഷയത്തിൽ കോടതിയെയും സമീപിക്കുമെന്ന് സുമേഷ് കുമാർ വ്യക്തമാക്കി. പിടിച്ചുപറി എന്നോണമാണ് ഇവിടുത്തെ പ്രൈവറ്റ് പാർക്കിംഗ് സംവിധാനങ്ങൾ നടന്നു പോകുന്നത്. ഇത് തീർത്തും കുറ്റകരമാണ്. ഭരണ സംവിധാനങ്ങള് ഇതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം. എനിക്ക് കിട്ടിയ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തില് ഗുരുവായൂർ ജയശ്രീ തിയേറ്ററിന് മുൻവശത്തായിട്ടുള്ള ഒരു പാർക്കിങ്ങില് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കണ്ടെത്താൻ ഇടയായി. തുടർന്ന് ബന്ധപ്പെട്ട അധികാരികൾ അത് പരിശോധിച്ചപ്പോൾ യാതൊരു രേഖയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഇത്തരം പാർക്കിങ്ങുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അതേസമയം ആരോപണങ്ങൾ ഗോകുലം ഗ്രൂപ്പ് നിഷേധിച്ചു. നഗരസഭയുടെ റവന്യൂ വിഭാഗത്തിൽ ആവശ്യമായ തുക അടച്ചാണ് പാർക്കിംഗ് ഗ്രൗണ്ട് പ്രവർത്തിക്കുന്നതെന്നും ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഗ്രൂപ്പ് വക്താക്കൾ അറിയിച്ചു. സുമേഷ് കുമാറിന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ റവന്യൂ വിഭാഗത്തിൽ പണം അടയ്ക്കുന്നത് മാത്രം പാർക്കിംഗ് ഗ്രൗണ്ട് നടത്തുന്നതിനുള്ള സമ്പൂർണ്ണ ലൈസൻസായി കണക്കാക്കാനാകില്ലെന്നാണ് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പാർക്കിംഗ് ഗ്രൗണ്ട് പ്രവർത്തിപ്പിക്കുന്നതിന് ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസ് ഉൾപ്പെടെയുള്ള ആവശ്യമായ അനുമതികൾ ഉണ്ടായിരിക്കണം. ശുചിമുറി, മാലിന്യ സംസ്കരണ സംവിധാനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. TCV ന്യൂസ്, ഗുരുവായൂർ.